നമസ്കാരം സുഹൃത്തുക്കളെ. നടൻ സലിംകുമാറിൻ്റെ മകൻ ചന്തു സലിംകുമാറാണ് ഈ നിയന്ത്രണം വിട്ട രീതിയിൽ പ്രതികരിക്കുന്നത്. ഇത് ഏതവസരത്തിലാണ് അദ്ദേഹത്തിന് ഇത് ചെയ്യേണ്ടി വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സലിംകുമാറിൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്, അനിയന്ത്രിതമായിട്ടുള്ള തിരക്കാണ്. എന്നാൽ ആ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ യാതൊരു സംഘാടന മികവും ഇല്ലാതെ അത് കൈകാര്യം ചെയ്തപ്പോൾ ആളുകൾ തിങ്ങിക്കൂടുകയും അവർക്കതൊരു ശല്യമായി മാറുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പലരും അദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ട്. പക്വതയില്ലാത്ത പ്രതികരണമാണ് നടത്തിയത്. സ്വന്തം പിതാവ് മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെയല്ല ഒരു മകൻ പ്രതികരിക്കേണ്ട എന്ന രീതിയിൽ. പക്ഷേ ഞാൻ ഈ അവസരത്തിൽ സലിംകുമാറിൻ്റെ കൂടെ തന്നെയാണ്, ചന്തു സലിംകുമാറിൻ്റെ കൂടെ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ചന്തു സലിംകുമാറിനെ വിമർശിച്ചിട്ടുണ്ട്. അത് ഒരാവശ്യവുമില്ലാതെ അനവസരത്തിൽ നരേന്ദ്രമോദിയെ പേരെടുത്ത് വിളിച്ചു വിമർശിച്ചതല്ല, പേരെടുത്ത് വിളിച്ച് ചില പരിഹാസമൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെയൊക്കെ രാഷ്ട്രീയം വെളിവാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്. ആ സമയത്ത് ഞാൻ ഈ ചന്തു സലിംകുമാറിനെ വിമർശിച്ചിട്ടുണ്ട്. അത് വേറെ ഇത് വേറെ. ഇവിടെ ഇപ്പോൾ അയാൾ ഈ ഒരു പ്രതികരണത്തിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നതാണ് നമ്മൾ മലയാളികൾ ചിന്തിക്കേണ്ടത്. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അറിയപ്പെടുന്ന ആളുകൾക്ക് ആദരവും സ്നേഹവും ബഹുമാനവുമുള്ള രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഇതുപോലത്തെ ചില സെലിബ്രിറ്റികളൊക്കെ മരിക്കുമ്പോൾ അവരുടെ അന്ത്യകർമ്മങ്ങൾ അവരുടെ കുടുംബത്തിന്, അടുത്ത ബന്ധുക്കൾക്ക്, അവരുടെ അടുത്ത കൂട്ടുകാർക്കുമൊക്കെ ആ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ അവരുടെ അത് സ്വകാര്യതയാണ്. ഒരുപക്ഷെ ചിലർക്ക് പൊട്ടിക്കരയാൻ തോന്നും ആ അന്ത്യകർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ. അവർ ചിലപ്പോൾ ഏതൊക്കെ തരത്തിലാണ് അവർ പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. കരയേണ്ടവർ കരഞ്ഞുകൊട്ടെ. പക്ഷേ മനസ്സ് തുറന്നൊന്ന് കരയാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ മാപ്രകളും അതേപോലെ തന്നെ ഓൺലൈൻ ചാനലുകളും ഒക്കെ നൂറുകണക്കിന് ക്യാമറ കണ്ണുകൾ അങ്ങോട്ടേക്ക് തന്നെ സൂം ചെയ്ത് വെച്ചിരിക്കും. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് അവരുടെ സ്വകാര്യമായ അവരുടെ വികാരം പോലും ഒന്ന് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അതൊരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴെങ്കിലും ആ ബന്ധുക്കളെ, ആ വീട്ടുകാരെ, അടുത്ത സുഹൃത്തുക്കളെ വെറുതെ വിടുക എന്നൊരു സാമാന്യ മര്യാദ എന്നാണ് നമ്മുടെ മലയാളികൾ പഠിക്കുക. ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ മുഖ്യധാര മാധ്യമങ്ങൾ തന്നെയുണ്ട്, മാപ്രകൾ എന്നൊക്കെ വിളിക്കുന്നവർ. അതുകൂടാതെ നൂറുകണക്കിന് സോഷ്യൽ മീഡിയ ചാനലുകളുണ്ട്. പക്ഷേ ചിലരൊക്കെ ഇതുപോലുള്ള അവസരങ്ങൾ അവരുടെ ചാകരയായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് സെലിബ്രിറ്റികൾ വരും, പുരുഷന്മാരും സ്ത്രീകളും അടക്കമുള്ളവർ. അപ്പോൾ അവരാരും പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ പോലും ചില വീഡിയോ ഒക്കെ എടുത്തിട്ട് BGM കുത്തിക്കയറ്റി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവർ ഓരോന്ന് കാണിച്ചു കൂട്ടും. ഇതൊക്കെ പലപ്പോഴും വലിയ ദ്രോഹമാണ് ഇത്തരം അവസരങ്ങളിൽ ആ വീട്ടുകാർക്കുണ്ടാക്കുന്നത് എന്ന് ബോധ്യമുണ്ട് അവർക്ക്. എന്നിട്ടും അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നടൻ ശ്രീനിവാസൻ അന്തരിച്ച സമയത്തും അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത് ആ വീട്ടുകാരൊന്നും ഏർപ്പെടുത്താത്ത സുനിൽ സ്വാമി എന്ന് പറഞ്ഞ ഒരു മുൻ സിനിമാക്കാരനായിരുന്നു അത് ചെയ്തത്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ആ വീട്ടുകാർ ഏൽപ്പിച്ച ആളല്ല. വീട്ടുകാർ ഏൽപ്പിച്ച ആൾ അവിടെ ഉണ്ട്, പക്ഷേ ഇയാൾ കയറി അങ്ങ് ചെയ്യുകയായിരുന്നു. പക്ഷേ എന്നിട്ടും വിനീത് ശ്രീനിവാസനൊക്കെ വളരെ മര്യാദക്കാരായിട്ടുള്ള വ്യക്തിയാണ്. അതേപോലെ തന്നെ പൊട്ടിത്തെറിക്കേണ്ടത് ധ്യാനാണ്, പക്ഷേ ധ്യാൻ പോലും വന്ന് വളരെ സംയമനം പാലിച്ചു. എന്നാൽ ഇവിടെ ചന്തു സലിംകുമാർ പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. യഥാർത്ഥത്തിൽ അവിടെ മറ്റുള്ള സംഘടനകൾ, അമ്മ സംഘടനയുണ്ട്, പോലീസുണ്ട്. അതുകൂടാതെ ഇദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. മുഖ്യമന്ത്രി സതീശനോടും കോൺഗ്രസ് നേതാക്കളോടും ഒക്കെ വ്യക്തിബന്ധം പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം, അതായത് സലിംകുമാർ മരിച്ചതിന് ശേഷം പിഷാരടി MLA, പാലക്കാട് MLA പിഷാരടി ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ആ സ്ഥലത്ത് അവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ശരിക്കും ഒരു എന്താ പറയുക, അവരുടെ നിയന്ത്രണത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് ഇത് മികച്ച രീതിയിൽ ഇത് സംഘടിപ്പിക്കാമായിരുന്നു. ആരും അതിന് മുതിർന്നില്ല എന്നാണ് ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അമ്മ സംഘടനയും പരാജയപ്പെട്ടു, പോലീസും പരാജയപ്പെട്ടു. ഈ കോൺഗ്രസിൻ്റെ സംഘടനാ മികവ് കൂടെ കാണിക്കേണ്ട ഒരു അവസരമായിരുന്നു ഇത്. കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ രീതിയിലും എല്ലാ സംഘടനകളും അവിടെയുള്ള പോലീസ് കൂടി പരാജയപ്പെട്ടിടത്താണ് അദ്ദേഹത്തിൻ്റെ മകന് തന്നെ ഇതുപോലെ പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും കുറച്ച് കാലം കഴിയുമ്പോൾ ഇയാളുടെ ഈ വികാര പ്രകടനം ഒരുപക്ഷെ വിമർശിക്കപ്പെട്ടേക്കാം. ഇപ്പോഴും വിമർശിക്കുന്നുണ്ട്. സലിംകുമാർ മരിച്ച സമയത്ത് പോലും അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ അയാൾ ചത്തു എന്ന തരത്തിൽ വരെ പോസ്റ്റിട്ട കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ചൂടാപ്പികളുണ്ട്. കാരണം അവർക്ക് വിമർശിക്കാൻ അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു മരണത്തിൽ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയമല്ല തിരയേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. വ്യക്തിപരമായിട്ടുള്ള വിരോധവും വൈരാഗ്യവും തീർക്കേണ്ടതല്ല മരണസമയത്ത്. എങ്കിലും
എന്ന് എപ്പോഴാണ് മലയാളി പഠിക്കുക? ശരി, അത് പോട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. ഒരുപക്ഷെ വിമർശിക്കപ്പെടുന്ന ഒരു വികാരപ്രകടനം തന്നെയാണ് ചന്തു സലിംകുമാറിൻ്റെത്. പക്ഷേ അയാളെ അങ്ങനെ ഒരു പ്രകടനം നടത്താൻ എത്തിച്ച അവിടെയുള്ള എല്ലാവരും അതിന് ഉത്തരവാദികളാണ്. അത് കോൺഗ്രസ് ആണെങ്കിലും ശരി, അതല്ല അമ്മ സംഘടനയാണെങ്കിലും ശരി, അത് പോലീസ് ആണെങ്കിലും ശരി, ഇത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിൽ ഒപ്പം തന്നെ അവിടെ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് കാണാൻ വരികയും അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതുകൂടാതെ ഇത്തരം അവസരങ്ങൾ ചാകരയാക്കാൻ വരുന്നവരെ തീർച്ചയായിട്ടും അകറ്റി നിർത്തുക തന്നെ വേണം. അല്ല എങ്കിൽ ഇതുപോലുള്ള കാഴ്ചകൾ വരും കാലങ്ങളിലും നമുക്ക് ധാരാളം കാണേണ്ടതായി വന്നേക്കാം.